ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അടുത്ത ഒരു കഥയിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഒരു കഥ ഭാഗവതത്തിലെ സ്കന്ധം 1 9-ാമത്തെ കഥയാണ്. ശ്രീകൃഷ്ണ വിയോഗവും പാണ്ഡവരുടെ അന്ത്യവും. അർജുനൻ ദ്വാരകയിലേക്ക് പോയിട്ട് മാസങ്ങളേറെ കഴിഞ്ഞു. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. എന്തുപറ്റി ആർക്കും അറിഞ്ഞുകൂടാ. ധർമ്മപുത്രർ അസ്വസ്ഥനാണ്. ഉറക്കമില്ല. ഇരുട്ടു പരന്നാൽ ഭീകരരൂപങ്ങൾ തെളിഞ്ഞുവരും. ദുർനിമിത്തങ്ങൾ നടമാടും. ഭയപ്പെടുത്തുന്ന ഘോര ശബ്ദങ്ങളും ഗർജനങ്ങളും. അധർമ്മം പെരുകി വരുന്നു. സത്യം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. യുധിഷ്ഠിരൻ ഭയപ്പെട്ട് വിറച്ചു. കരുത്ത് ചോർന്നു പോകുന്നതുപോലെ അനുഭവപ്പെട്ടു. എന്തൊക്കെയോ ആപത്തുകൾ ചുറ്റും കൂടി തുറിച്ചു നോക്കുന്നതുപോലെ. ഭീമസേനനെ വിളിച്ചു വരുത്തി. മനസ്സ് തുറന്നു. അസ്വസ്ഥത ഇരട്ടിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യരൂപം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാലം അടുത്തുവെന്ന് നാരദൻ ഓർമ്മിപ്പിച്ചത് ഓർത്തു. ഭഗവാനില്ലെങ്കിൽ താനുണ്ടോ? പാണ്ഡവന്മാരുണ്ടോ? സമ്പത്തുണ്ടോ? യശസ്സുണ്ടോ? ഒന്നുമില്ല. രാജ്യസംരക്ഷണവും ശത്രുക്കളെ അമർച്ച ചെയ്യലും എല്ലാം പരാജയപ്പെട്ടതു തന്നെ. പ്രവർത്തനശേഷി നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ആപത്തുകൾ ആരംഭിക്കാനുള്ളതിൻ്റെ സൂചനകൾ. ഭീമസേനൻ ജ്യേഷ്ഠൻ പറഞ്ഞത് ശാന്തനായി നിന്നു കേട്ടു. മറുപടി ഒന്നും പറഞ്ഞില്ല. വാചാലമായ മൗനം. ജ്യേഷ്ഠൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഒരു രഥം കൊട്ടാരവാടത്തിൽ വന്നു നിന്നു. അർജുനൻ അതിൽ നിന്നും ഇറങ്ങി യുധിഷ്ഠിരൻ്റെ മുമ്പിൽ വന്ദിച്ചു. അപ്പോഴും രാജാവിൻ്റെ മനസ്സിൽ ദുഷ്ടഗുണങ്ങൾ നൃത്തം ചെയ്യുകയായിരുന്നു. ചെവിയിൽ കാലൻ കോഴിയുടെ കൂവലും കുറുക്കൻ്റെ ഓരിയിടലും നായയുടെ കുരയും ഇടിവെട്ടു ശബ്ദവും തുളച്ചു കയറുന്നു. ഭൂമിയും പർവ്വതങ്ങളും ഇളകിമറിയുന്നു. ഇടിമിന്നൽ ഭയപ്പെടുത്തുന്നു. മേഘങ്ങൾ ഭീമത്സത പരത്തി നാലുപാടും രക്തം വർഷിക്കുന്നു. സൂര്യൻ പ്രകാശഹീനനാണ്. ആകാശത്തെ ഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. നദികൾ ക്ഷോഭിച്ചൊഴുകുന്നു. അഗ്നി നെയ്യൊഴിച്ചിട്ടും ജ്വലിക്കുന്നില്ല. യജ്ഞങ്ങൾ മുടങ്ങുന്നു. പശുക്കൾ നിലവിളിക്കുന്നു. ദേവപ്രതിമകൾ കണ്ണുനീർ തൂകുന്നു. ദുഃഖിതനായ പാർത്ഥൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധർമ്മപുത്രരുടെ കാൽക്കൽ വീണു. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അയാൾ ദുഃഖിതനാണ്. അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ധർമ്മപുത്രർ കാരണങ്ങൾ ആരാഞ്ഞു. എന്തു പറയണം, എങ്ങനെ ആരംഭിക്കണം ഒന്നും അറിയാതെ അർജുനൻ വിഷമിക്കുകയാണ്. വിവരമറിയാൻ മാർഗം കാണാതെ ധർമ്മപുത്രർ വിമ്മിഷ്ടപ്പെട്ടു. ചോദ്യങ്ങൾ ചോദിക്കാനൊരുങ്ങി. അത് കേട്ടിട്ടെങ്കിലും സമനില കൈവരിക്കാൻ കഴിഞ്ഞെങ്കിലോ? ധർമ്മപുത്രർ എത്ര ശ്രമിച്ചിട്ടും നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ മറക്കാൻ കഴിയുന്നില്ല. യാദവന്മാരോട് നീ കുശലം അന്വേഷിച്ചില്ലേ? അവർക്ക് സുഖം തന്നെയല്ലേ? അമ്മയുടെ പിതാവായ ശൂരനും അമ്മാവനായ വാസുദേവനും വിശേഷമൊന്നുമില്ലല്ലോ. ദേവകി തുടങ്ങിയ അമ്മമാർ എന്തു പറയുന്നു? കംസന്റെ പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ കാണുകയുണ്ടായോ? അക്രൂരനും ജയന്തനും കൃതവർമാവും പാണ്ഡവന്മാരെ അന്വേഷിച്ചോ? ബലരാമന് സുഖം തന്നെയല്ലേ? വഴിക്കെങ്ങാനും പ്രദ്യുപ്നനെ കണ്ടുവോ? അനിരുദ്ധൻ സന്തോഷവാനല്ലേ? ശ്രീകൃഷ്ണന് തിരക്കായതുകൊണ്ടാണോ ഇങ്ങോട്ടൊന്നും കാണാത്തത്? അതോ യാദവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണോ? ഭഗവാന്റെ 16,000-ഓളം വരുന്ന ഭാര്യമാരും സത്യഭാമ മുതലായവരും ദേവലോകത്തെ പാരിജാതം മുതലായ ദിവ്യവസ്തുക്കൾ അനുഭവിക്കുന്നില്ലേ? ശ്രീകൃഷ്ണനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിച്ചപ്പോൾ അർജുനൻ നിയന്ത്രണം വിട്ട് വാവിട്ടു കരഞ്ഞു. ധർമ്മപുത്രർക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തോ മുഖത്തു നോക്കുമ്പോൾ തേജസ് നശിച്ചതുപോലെ തോന്നുന്നു. പറയൂ, എന്തുപറ്റി? ജ്യേഷ്ഠൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഗദ്ഗദത്തോടെ അർജുനൻ പറഞ്ഞു. ജ്യേഷ്ഠ, എനിക്ക് ഇത് പറയുവാനുള്ള ശക്തിയില്ല. നമ്മുടെ എല്ലാമായ മാധവൻ നമ്മെ ഉപേക്ഷിച്ച് ഈ ലോകത്തു നിന്നും പൊയ്ക്കളഞ്ഞു. ധർമ്മപുത്രർക്ക് ഇടിവെട്ടേറ്റ അനുഭവം. അദ്ദേഹം തളർന്നിരുന്നു. നാരദന്റെ വാക്കുകൾ സത്യമായിരിക്കുന്നു. പാണ്ഡവരെ സമാധാനിപ്പിക്കാൻ ആരുമില്ല. കൊട്ടാരത്തിൽ കൂട്ടക്കരച്ചിൽ ഉയർന്നു. തൻ്റെ ജീവിതത്തിലുടനീളം ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രകടിപ്പിച്ച പ്രേമത്തിൻ്റെയും സുഹൃദ്ഭാവത്തിൻ്റെയും മൈത്രിയുടെയും ഭാവവേദങ്ങൾ ഓരോന്നായി ഫൽഗുനൻ്റെ മനോമുകുരത്തിൽ തെളിയാൻ തുടങ്ങി. എല്ലാം ഹരിയുടെ കാരുണ്യം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞവയാണ്. മറക്കാൻ ശ്രമിക്കുന്തോറും ശക്തിയോടെ പാഞ്ഞെടുക്കുന്ന ഓർമ്മകൾ. ലോകമാകെ തന്നെ ഭഗവാന്റെ വിയോഗത്താൽ തനിക്ക് അപ്രിയമായി ഭവിച്ചിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞുപോയ നന്മയുടെ കഥകൾ എങ്ങനെ മറക്കും? പാഞ്ചാലിയുടെ സ്വയംവരം നടക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുകയാൽ
രാജാക്കന്മാരെ എല്ലാം എളുപ്പം തോൽപ്പിച്ച് വെല്ലുകുലച്ച് ദ്രുപദപുത്രിയെ വേൽക്കാൻ സാധിച്ചു. ഇന്ദ്രനെ ജയിച്ച് ഖാണ്ഡഭവനം അഗ്നിക്ക് നൽകാൻ കഴിഞ്ഞു. തന്മൂലം മയനിർമ്മിതമായ സഭ ലഭിച്ചു. രാജാക്കന്മാരെല്ലാം രാജസൂയത്തിൽ പങ്കെടുത്ത് കാഴ്ചദ്രവ്യങ്ങൾ നൽകി. ഭീമസേനൻ രാജാതിരാജനായ ജരാസന്ധനെ കൊന്നത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ടു മാത്രമാണ്. അതുകൊണ്ട് കരാഗൃഹത്തിലുള്ള രാജാക്കന്മാരെ മുഴുവൻ രക്ഷിച്ച് സാമന്തന്മാരാക്കി. രാജസൂയത്തിനിടയിൽ ദുശ്ശാസനൻ മുതലായ നീചന്മാർ സഭയിൽ വെച്ച് പാഞ്ചാലിയെ അപമാനിച്ചപ്പോൾ അതിനു പകരമായി അവരുടെ പത്നിമാരെ ഭർതൃഹീനരാക്കിയത് ഭഗവാന്റെ ലീലകളാകുന്നു. ദുർവാസാവ് മുനിയുടെ ശാപത്തിൽ നിന്നും രക്ഷപ്രാപിക്കാൻ വേണ്ടി കാട്ടിൽ ചെന്ന് അക്ഷയപാത്രങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചീരയില ഭക്ഷിച്ച് തങ്ങളെ രക്ഷിച്ച ശ്രീഹരിയെ എങ്ങനെ മറക്കാനാവും? വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന മുനികളെ തൃപ്തിപ്പെടുത്തി കാത്തുരക്ഷിച്ച മാധവൻ വിട്ടുപിരിഞ്ഞുപോയെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ശ്രീഹരിയുടെ തേജസ്സുകൊണ്ട് പരമശിവനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം സമ്പാദിച്ചു. അതുകൊണ്ട് മറ്റ് ദേവന്മാരും ധാരാളം അസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ദ്രലോകം പ്രാപിക്കുകയും ഇന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിക്കുവാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. ഇവിടെ കഴിയുന്ന കാലത്ത് ഇന്ദ്രനും മറ്റു ദേവന്മാരും ശത്രു സംഹാരത്തിനു വേണ്ടി തന്നെ ആശ്രയിക്കാൻ ഇടവന്നു. ഇതിനെല്ലാം കാരണക്കാരനായ കേശവൻ തങ്ങളെ വിട്ടുപോയിരിക്കുന്നു. വിരാട രാജ്യത്ത് അജ്ഞാതവാസം അനുഷ്ഠിക്കുമ്പോൾ കട്ടുകൊണ്ടുപോയ പശുക്കളെ വിട്ടുകിട്ടാൻ കൗരവപ്പടയോട് ഏറ്റുമുട്ടി വിജയിച്ചു. ഗോക്കളെ തിരിച്ചു കൊണ്ടുപോന്നു. ശത്രുക്കളുടെ പ്രഭാവത്തിന് ഇരിപ്പിടമായ ശിരോരത്നം അപഹരിച്ചതും കേശവന്റെ തന്ത്രം കൊണ്ടു മാത്രമാണ്. മഹാഭാരത യുദ്ധത്തിൽ സാരഥിയായി മുമ്പിലിരുന്നു കൊണ്ട് ശത്രുക്കളുടെ ബലവും ആയുസ്സും അസ്ത്രനൈപുണ്യവും ശ്രീകൃഷ്ണൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് അപഹരിച്ചു. പാണ്ഡവപക്ഷം വിജയിച്ചു. അത് ഭഗവാന്റെ കരുണ കൊണ്ടു മാത്രമാണ്. ഇത്തരം എത്രയോ മുഹൂർത്തങ്ങൾ എല്ലാം നന്ദിപൂർവം ഓർക്കുന്നു. പ്രിയപ്പെട്ടവൻ പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും കടമ നിറവേറ്റാൻ കുടുംബിനികളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീചന്മാരാൽ ആക്രമിക്കപ്പെടുകയും സ്ത്രീ എന്ന പോലെ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. അതും ഈശ്വര നിശ്ചയമാണെന്നിരിക്കലും ഹൃദയം തകർന്നു. ഭഗവാനുള്ളപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ അമ്പും വില്ലും തേരും ഒക്കെ തന്നെയാണ് അന്നും പ്രയോഗിച്ചത്. മാറ്റമൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ വിയോഗത്താൽ ശൂന്യമായി തീർന്നു. എല്ലാം നിഷ്ഫലം. യാദവന്മാരുടെ പുരമായ ദ്വാരക ബ്രാഹ്മണശാപത്താൽ തമ്മിലിടിച്ച് നശിച്ചു. കുശലമറിയുവാൻ ജ്യേഷ്ഠൻ അന്വേഷിച്ച മിക്കവരും ജീവിച്ചിരിപ്പില്ല. വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം അവശേഷിക്കുന്നു. ഭഗവാന്റെ പ്രവർത്തന ശൈലി അത്ഭുതകരം തന്നെ. ഭൂഭാരം കുറയ്ക്കുവാൻ വേണ്ടി എടുത്ത അവതാരം വിജയിച്ചിരിക്കുന്നു. അർജുനന്റെ ചിത്തം വിമലവും ശാന്തവുമായി തീർന്നു. ശ്രീകൃഷ്ണന്റെ ഗതിയും യദുകുലത്തിന്റെ നാശവും മനസ്സിലാക്കിയ ധർമ്മപുത്രർ മഹാപ്രസ്ഥാനത്തിന് തീരുമാനിച്ചു. യദുനാശവും ഭഗവാന്റെ തിരോധാന കഥകളും കേട്ട് കുന്തിദേവി ഭക്തിപൂർവം വിഷ്ണുപാദത്തിൽ ആത്മസമർപ്പണം ചെയ്ത് മുക്തി പ്രാപിച്ചു. ലോകത്തു നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷമായ ദിവസം മുതൽക്കു തന്നെ കലികാലം വന്നു ചേർന്നു. അധർമ്മം നടമാടാൻ ആരംഭിച്ചു. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന് ഇത് കണ്ടുകൊണ്ട് കഴിയാനായില്ല. അദ്ദേഹം മഹാപ്രസ്ഥാനത്തിന് അനുയോജ്യമായ വേഷം ധരിച്ച് യാത്രയ്ക്കൊരുങ്ങി. പരീക്ഷിത്തിനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. അതിനുശേഷം അനിരുദ്ധപുത്രനായ വജ്രനെ മധുരാപതിയായി വാഴിച്ചു. പ്രജാപതിക്ക് മഹായാഗം ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച അദ്ദേഹം ആഹവനിയാദി അഗ്നികളെ ആത്മാവിൻ സമർപ്പിച്ചു. രാജകീയ വസ്ത്രങ്ങളും വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും ദിവ്യരത്നങ്ങളും ഉപേക്ഷിച്ചു. ഞാനെന്ന ചിന്ത നിശേഷം വെടിഞ്ഞു. ബന്ധുക്കളിൽ നിന്നു മുക്തനായി ആത്മാവിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. മരവുരി ഉടുത്ത് ആഹാരം വെടിഞ്ഞു. മൗനിയായി ആരോടും ഉരിയാടാതെ കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നു. ഇനി തിരിച്ചുവരവില്ല. മനസ്സിലുറപ്പിച്ച് പരബ്രഹ്മത്തെ ധ്യാനിച്ച് വടക്കോട്ട് കൈലാസം ലക്ഷ്യമാക്കി നടന്നു. അധർമ്മബന്ധുവായ കലിയെ ഭയന്ന് ഭീമനും അർജുനനും നകുലനും സഹദേവനും ജ്യേഷ്ഠനെ അനുഗമിച്ചു. സ്വധർമ്മങ്ങൾ വിധിപോലെ അനുഷ്ഠിച്ച അവർ ഇനി ശരണം ഭഗവത്പാദം തന്നെയാണെന്നുറപ്പിച്ച് ഭക്തിപൂർവം പരമപദത്തെ പ്രാപിച്ചു. ആത്മജ്ഞാനിയായ വിതുരർ ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള പ്രേമാവേശത്താൽ പ്രഭാസതീർത്ഥത്തിൽ ചെന്ന് ശരീരം ഉപേക്ഷിച്ച് തന്നെ കൊണ്ടുപോകാനെത്തിയ പിതൃക്കളോടൊത്ത് സ്വധാമത്തിൽ എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നും പാഞ്ചാലിക്ക് തുണയായിരുന്നു. വിഷമസന്ധികളിലെല്ലാം
ഭഗവാൻ അവരെ രക്ഷിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ ഉദാസീന ഭാവം കണ്ട് അവൾ വാസുദേവനിൽ മനസ്സുറപ്പിച്ച് വിഷ്ണുപദം പ്രാപിച്ചു. പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാന കഥ കേൾക്കുന്നത് പോലും പരമപുണ്യമാകുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നാളെ നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.